നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വർത്തമാന കാലത്ത് ഏറ്റവും വലിയൊരു വിപത്തായിട്ട് ലഹരി മാറിയിരിക്കുകയാണ് അല്ലേ? നമുക്കൊക്കെ ലഹരി വേണം, നമ്മുടെ ഉള്ളിൽ ലഹരി ഉണ്ടാവണം. എന്ത് ലഹരിയാണ് ഉണ്ടാവേണ്ടത്? വിദ്യാർത്ഥികളാവുന്ന നിങ്ങളുടെ ഉള്ളിൽ പഠിക്കാനുള്ള ലഹരി അല്ലേ? പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് കാട്ടാനുള്ള, മികവ് പുലർത്താനുള്ള ലഹരി അല്ലേ? ഇപ്പോൾ ഒരു ഗായകനാണെങ്കിൽ പാടാനുള്ള ആ ലഹരി, പഠിക്കാനുള്ള ലഹരി, ആടാനുള്ള ലഹരി. ആ ലഹരികൾക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ യുവതലമുറയെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു ലഹരിയുണ്ട്. തെറ്റായ മാർഗത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന വലിയൊരു വിപത്ത്, വലിയൊരു വില്ലനായി നമ്മുടെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന രാസലഹരി. ആ രാസലഹരിയുടെ പിടിയിലാണ് നമ്മുടെ യുവതലമുറ. ആ യുവതലമുറയെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സജീവമായ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ, പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്ത ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് തൂഫാൻ. ഈ തൂഫാൻ്റെ ഭാഗമായിട്ട്, ലഹരി വിരുദ്ധ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട്, ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ രാസലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. പോലീസ് വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. തണ്ടർ, മുക്തി എന്നൊരു പരിപാടിയുണ്ട്. ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മുക്തി എന്നൊരു പരിപാടി ഇതിനകം അവരാരംഭിച്ചത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തണ്ടർ എന്ന പരിപാടി കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം സംരംഭങ്ങൾക്കൊക്കെ ഞങ്ങളെപ്പോലുള്ള ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ചെറുകൈ സഹായം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം സീസൺ 1 വലിയ വിജയമായിരുന്നു. ഞാനൊരു ഒറ്റ കാര്യം പറയാം. ആലപ്പുഴ ജില്ലയിൽ ഞങ്ങളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സമയത്ത് അവിടെ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ അത് തുറന്നു പറഞ്ഞു. ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് തുറന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. പലപ്പോഴും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആണ് ഇതിൻ്റെ പിടിയിലാവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു യജ്ഞം, ഞങ്ങൾ ആരംഭിച്ച യജ്ഞം, അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരംഭിച്ച യജ്ഞം, ദൗത്യം, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ വിദ്യാലയാങ്കണത്തിൽ എത്തിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി ലത എസ് ആണ്. ലത മേഡത്തെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ആറന്മുള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ആഷിൽ രവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയൊരു ദൗത്യത്തിലാണ് കേരള പോലീസ് തൂഫാൻ. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് ശക്തമാക്കാൻ ശ്രീ ആഷിൽ രവിയെ പോലുള്ളവർ അവർ മുൻകൈയെടുത്ത് പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ തിരക്കിനിടയിലാണ് അദ്ദേഹത്തെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ശ്രീ ആഷിൽ രവിയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട റേഞ്ചിലെ എക്സൈസ് അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ CK മനോജാണ്. കാരണം എക്സൈസ് വകുപ്പിന് ചില പരിപാടികൾ ഒക്കെയുണ്ട്. എക്സൈസ് വകുപ്പ് സജീവമായിട്ട് ഈ മേഖലയിലുണ്ട്. ലഹരിയെ എങ്ങനെ കേരളത്തിൽ നിന്നും തുരത്തി ഓടിക്കാം എന്നതിൽ റിസർച്ച് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനുണ്ട്, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. നിങ്ങൾക്ക് പല സംശയങ്ങൾ കാണും അല്ലേ? പല സംശയങ്ങൾ കാണും. അത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. അങ്ങനെയുള്ളൊരു ആശയ സംവേദനം ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് അദ്ദേഹം ലഹരി വിരുദ്ധ പ്രതിജ്ഞ അദ്ദേഹം ചൊല്ലിത്തരും. അത് ഏറ്റ് ചൊല്ലണം. ശ്രീ CK മനോജിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ അത് വിജയിപ്പിക്കുന്നതിന് പല സ്ഥാപനങ്ങളും ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. അത്തരം സഹായങ്ങളില്ലാതെ ഈ പരിപാടികൾ നമുക്ക് വിജയിപ്പിക്കാനാവില്ല. അതിൽ പ്രധാനി ആണ് നമ്മുടെ GTech എഡ്യൂക്കേഷൻ. GTech എഡ്യൂക്കേഷൻ്റെ ഏരിയ മാനേജർ ശ്രീ അരുൺരാജ് VR അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് ആശംസ
അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തെയും അരുൺ രാജിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയാണ്. മക്കളെ, ഇന്ന് ഈ പരിപാടി 11 മണിക്ക് തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം 12 മണിയാകാൻ ആയി. പക്ഷേ എങ്കിലും ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പരിപാടി നിങ്ങളുടെ മനസ്സ് അർപ്പിക്കുക കേട്ടോ. കാരണം വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ആയിരിക്കണം ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ പറയണം, ഈ വില്ലനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കില്ല എന്ന് നിങ്ങൾ പറയണം, പ്രതിജ്ഞ എടുക്കണം. അവിടെയാണ് ഈ പരിപാടിയുടെ വിജയം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്, അവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം അധ്യാപികമാരുണ്ട്, അനധ്യാപകരുണ്ട്, അവരെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.